This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും MB24 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാലി ലിനക്സിന്റെ ബേസിക് കമാൻഡുകൾ പഠിച്ചു. ഈ വീഡിയോയിൽ കാലി ലിനക്സിൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ഫിഷിംഗ് അറ്റാക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. സോ അതിന്റെ കമാൻഡും കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്തില്ല. സോ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അക്കൗണ്ട് ഹാക്ക് ആകപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിക്കും. ഓക്കെ, ഈ കമന്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇതൊരു എക്സ്ഫിഷർ. ഓക്കെ, എക്സ്ഫിഷർ ഇത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കമന്റ് ആണ് എക്സ്ഫിഷർ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം നമുക്ക് നെറ്റ്ഫ്ലിക്സ് നോക്കാം. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് 5. ഓക്കെ, 3. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ലിങ്ക് ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ഈ ലിങ്ക് കയറുന്നവരുടെ അക്കൗണ്ട് ആണ് ഹാക്ക് ആയിപ്പെടുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കോപ്പി ലിങ്ക്. ഇപ്പൊ ഞാൻ ഫയർഫോക്സ് കയറുക. ഓക്കെ, ഞാൻ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്തു. കണ്ടോ, നെറ്റ്ഫ്ലിക്സിന്റെ കറക്റ്റ് പേജ് പോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇമെയിൽ ഐ ഡി ഇപ്പം എൻ്റെ ഒറിജിനൽ ഞാൻ കൊടുക്കുന്നില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ട് വേണ്ട 24@gmail.com ഇമെയിൽ ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. പാസ്വേഡ് ഇപ്പം ഓക്കെ, പാസ്വേഡ് പഠിച്ചു, സൈനിങ് കൊടുത്തു. ഇപ്പൊ നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോയിട്ടുണ്ട്, ഫോർഗെറ്റ് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ്. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തു. അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി ഇതിന്റെ യൂസ് എങ്ങനെ നടക്കുന്നത്. ഞാൻ മിസ്റ്റർ പ്രാക്ടിക്കൽ 24@gmail.com, പാസ്വേഡ് ഈസ് തരൂലട കോപ്പേ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത്. സോ ഇങ്ങനെ ഒരു ലിങ്ക് വന്നാൽ മാക്സിമം നിങ്ങൾ കയറാതിരിക്കുക. ഹാക്കർമാരെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു മോഹിപ്പിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയും കേട്ടിപ്പിക്കാനേ നോക്കത്തുള്ളൂ. സോ ഇതിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഓട്ടോ ഫോളോവേഴ്സ് 1000 ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. നിങ്ങളത് ആ ഒരു 1000 ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി ആ ലിങ്ക് കയറുകയും ചെയ്യും. അതേപോലെ ഇതല്ലേ നെറ്റ്ഫ്ലിക്സിന്റെ ലിങ്ക് അയച്ചിട്ട് നിങ്ങൾക്ക് ഒരു 10 ഒരു കൊല്ലം ഒരു 2-4-5 മാസം നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ലിങ്ക് അയച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് കയറിപ്പിക്കാനേ നോക്കത്തുള്ളൂ. നിങ്ങളത് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ കയറുകയും ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കായി പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ക്വിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇങ്ങനത്തെ വീഡിയോ, അതായത് ഞാൻ ഇപ്പൊ കാണിച്ച ഹാക്കിംഗ്
ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. അപ്പം ഭൂരിഭാഗം അനുസരിച്ച് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ കാലി ലിനക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ക്രോം ഇൻസ്റ്റാൾ ചെയ്യാം. ക്രോം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു. ഞാൻ ക്രോം ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതിന് ക്രോം ഡൗൺലോഡ് ക്രോം. ഓക്കെ, ഈ ഫസ്റ്റ് ലിങ്ക് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ നേരെ ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ, ഞാൻ ഇപ്പം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ്സിൻ്റെ അകത്ത് ഓക്കെ ഞാനത് ഇത് ഗൂഗിൾ ക്രോം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ls എൻ്റർ. ഡൗൺലോഡ്സിന്റെ അകത്താണ് ക്രോമിന്റെ ഒരു ഫയൽ കിടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ്സിന്റെ അകത്ത് കയറാം. അപ്പം cd ഡൗൺലോഡ്സ് എൻ്റർ cd ഓക്കെ cd ഡൗൺലോഡ്സ്. ഓക്കെ, കയറി ls. അപ്പൊ ആ ഒരു ഫയൽ ഇവിടെ കിടപ്പുണ്ട്, ഗൂഗിൾ ക്രോം സ്റ്റേബിൾ. അപ്പൊ ആ ഫയൽ ഇവിടെ കിടപ്പുണ്ട്. ഇത് ഈ ഫയലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫയൽ. ഓക്കെ, ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ apt install എന്നിട്ട് ആ ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷന്റെ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ സൂപ്പർ യൂസറാണ്, അതിനായിട്ട് sudo apt install /. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ ആ ഫയലിന്റെ നെയിം ഏതാണോ, ആപ്ലിക്കേഷൻ നെയിം ഏതാണോ അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുന്നത്. ന്യൂലി ഇൻസ്റ്റാൾ ഓർ റിമൂവ്. ഓക്കെ, എന്നിട്ട് നിങ്ങളിവിടെ വന്ന് നോക്കുക, ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. ക്രോം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കാലി ലിനക്സിലെ ഏതൊരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.